ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കറുമുറാന്നിരിക്കണ പരിപ്പട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 250 ഗ്രാമോളം പരിപ്പ് 5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കേണ്ട. ഒരുപാടൊന്നും നന്നായിട്ടൊന്നും അരയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതിനി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് വേണ്ട മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും പിന്നെ ഒരു 3 തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ച് കൊടുക്കണം കേട്ടോ. സ്പൂൺ കൊണ്ടൊന്നും കുഴച്ചാൽ അത് എല്ലായിടത്തും അതിൻ്റെ ഉപ്പും അങ്ങനെ കാര്യങ്ങളൊന്നും എത്തില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ എല്ലാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഫസ്റ്റ് തന്നെ ഇത് ഒരു ലഡുവിൻ്റെയൊക്കെ വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ കയ്യിൽ നടുക്ക് വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു കുഞ്ഞൊരു കുഴിയും കൂടി ഉണ്ടാക്കിയാൽ മതി. കറക്റ്റ് പരിപ്പുവടയുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ പരിപ്പൊടിയെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഓരോന്നായിട്ട് പരിപ്പൊടി ഇട്ട് കൊടുക്കാം. പരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ സിമ്മിലായി ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കൂടിയ ഫ്ലെയിമിലാണെങ്കിൽ ഇത് കരിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ച് കൊടുക്കാം. അപ്പോൾ മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറാന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.